അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദാ വന്നു ദേ പോയ ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമയെ കുറിച്ചാണ്. ഈ കാട്ടവരാതത്തിന്റെ പേരമാണ് ഹണിബി 2.5. അപ്പൊ ഗൈസ്, ഹണിബി 1 വന്നു, ഹണിബി 2 വന്നു. ഹണിബി 2വിന്റെ ബാക്കി വന്ന തിരക്കഥയെടുത്ത് ഷൈജു അണ്ണൻ തട്ടിക്കുട്ടി തട്ടേക്കെട്ടിയ സിനിമയുടെ പേരാണ് ഹണിബി 2.5. അപ്പൊ ഈ സിനിമയിലെ നമ്മുടെ നായകൻ ആരാണെന്ന് അറിയണ്ടേ? നമ്മുടെ സ്വന്തം ആസിഫിക്കയുടെ അനിയൻ അസ്കറിക്ക. അപ്പൊ പടം തുടങ്ങുമ്പോൾ നമ്മുടെ അസ്കറിക്ക തകർത്തഭിനയിച്ച് ചളമാക്കി കുളമാക്കിയ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് നമ്മുടെ സ്വന്തം സച്ചി സാർ പറയും, എടാ മോനെ, നീ കമലഹാസനെ പോലെ അഭിനയിക്കുന്നുണ്ടാ, എന്റെ അടുത്ത പടത്തിലെ റോള് നിനക്ക് തന്നെ എന്ന്. അങ്ങനെ പിറ്റേ ദിവസം ലൊക്കേഷനിലെത്തിയ നമ്മുടെ നായകൻ സോംബികളെ പോലെ വട്ടമിട്ട് കറങ്ങുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഇടയിലൂടെ നമ്മുടെ പ്രൊഡ്യൂസറുടെ നേരെ നടക്കുകയാണ്. അപ്പോഴാണ് പ്രൊഡ്യൂസറായ കഷണ്ടിത്തലൻ ആ ബോംബ് പൊട്ടിച്ചത്. മോനെ, നീ ഇതിനു മുമ്പ് അഭിനയിച്ച 2 പടങ്ങളും വെള്ളിത്തിര കണ്ടിട്ടില്ല. അതുമാത്രമല്ല, ആ പടങ്ങളുടെ ഡയറക്ടർമാരൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതിനാൽ റിസ്ക് എടുക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നായകനെ അവന്മാർ ആട്ടിവിടുകയാണ് ഗൈസ്, ആട്ടിവിടുകയാണ്. അങ്ങനെ ഡ്രസ് പഠിച്ച നമ്മുടെ നായകൻ നേരെ സച്ചി സാറിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പൊ സച്ചി സാറ് പറയും, എടാ സിനിമയിൽ രാശിയൊക്കെ ഉള്ള സമയമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ. നീ ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ഒരു പടത്ത് പോയി 2 ഡയലോഗ് പറഞ്ഞിട്ട് വാ, എന്നിട്ട് നിനക്ക് ഞങ്ങൾ വേഷം തരാന്ന്. അടുത്തതായി നമ്മുടെ നായകൻ ആ 2 ഡയലോഗ് പറയാനായി സെറ്റുകൾ തോറും കയറി ഇറങ്ങുകയാണ് ഗൈസ്. എല്ലായിടത്തു നിന്നും ഗെറ്റ് ഔട്ട് കിട്ടി നമ്മുടെ നായകൻ എത്തിപ്പെട്ടത് വലിയൊരു കല്യാണ പന്തലാണ്. അങ്ങനെ ഹണിബി 2വിന്റെ ലൊക്കേഷനിൽ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്ന നമ്മുടെ നായകനെ കണ്ടപ്പോ നമ്മുടെ ആസിഫ് അലിയൊക്കെ പറയും, എടാ മോനെ, നീ എന്തിനാ എന്റെ കഞ്ഞി കൂടെ ബാറ്റയിടാൻ വന്നത്? നിനക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്ന്. എന്നാൽ നമ്മുടെ നായകൻ ഇതൊന്നും കേട്ട് തളരില്ല ഗൈസ്. അങ്ങനെ KGF ആദ്യമായി കാലുകുത്തിയ റോക്കി ബായിയെ പോലെ ഹണിബി 2വിന്റെ ലൊക്കേഷനിൽ ആദ്യമായി കാലുകുത്തിയ നമ്മുടെ നായകൻ അവിടെ പട്ടിപ്പണി എടുക്കുകയാണ് സുഹൃത്തുക്കളെ, പട്ടിപ്പണി എടുക്കുകയാണ്. പോളിടെക്നിക് മുതൽ പോർട്ടർമാരുടെ പണി വരെ എടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ നായകനെ അവസാനം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറുകയാണ്. അങ്ങനെയാണ് ഒരു ദിവസം ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നമ്മുടെ 4th പീപ്പിളിലെ അരുണേട്ടന് എത്താൻ പറ്റാത്തൊരു കണ്ടീഷൻ എത്തുന്നത്. അപ്പൊ അരുണേട്ടന്റെ ആവേശം നമ്മുടെ അസ്കറിക്കയ്ക്ക് കൊടുക്കാൻ തീരുമാനമാക്കുന്നു. ഇതറിഞ്ഞ അസ്കറിക്ക സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നു. അങ്ങനെ തുള്ളിച്ചാടി നാട്ടുകാരൊക്കെ വിവരം അറിഞ്ഞിട്ട് ലാസ്റ്റ് അസ്കറിക്കിന്റെ വീട്ടുകാരും നാട്ടുകാരും ലൊക്കേഷനിലെത്തുന്നു, ലൊക്കേഷൻ അലമ്പാക്കുന്നു. അങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് കോട്ട കെട്ടി നിൽക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. നമ്മുടെ അരുണേട്ടൻ തിരിച്ചു വരുന്നു. എന്താല്ലേ, അണ്ടിപ്പോയ അണ്ണാനെ പോലെ വീണ്ടും നമ്മുടെ അസ്കറിക്ക. ഈ സമയം നമ്മുടെ ലാൽ സാറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ, അതുകൊണ്ട് നീ ഇപ്പൊ വീട്ടിൽ പോയിക്കോന്നു. എന്നാ ഡെസ് പഠിച്ച നമ്മുടെ അസ്കറിക്ക വീട്ടിൽ പോകാൻ തയ്യാറാവുന്നില്ല. പിന്നെയും അവിടെ പട്ടിപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പട്ടിപ്പണി എടുക്കുകയാണ്. ഇതിനിടയിൽ നൈസായിട്ട് റൊമാൻസ് ഇടാനും നമ്മുടെ അസ്കറിക്ക മറക്കുന്നില്ല. അങ്ങനെ പട്ടിപ്പണി എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു റൊമാൻറ്റിക് സോങ് ആണ് ഗൈസ്. അപ്പൊ ഈ റൊമാൻറ്റിക് സോങ്ങിൽ നമ്മുടെ നായകനും നായികയും കൂടി കള്ളനും പോലീസും കളിക്കുകയാണ്. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞു. പിന്നെയും നമ്മുടെ അസ്കറിക്കയ്ക്ക് ഒരു ചാൻസ് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഹണിബി 2വിലെ ശ്രീനിവാസ് ചേട്ടന്റെ ചെറുപ്പകാലം അഭിനയിക്കാനുള്ള ഒരു ചാൻസ് എത്തിയിരിക്കുകയാണ്. എന്നാൽ ശ്രീനിവാസ് ചേട്ടന്റെ പോലെ നല്ല ഭംഗിയുള്ള മൂക്കല്ല അസ്കറിക്കയ്ക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ആ റോളും തഴയുകയാണ് സുഹൃത്തുക്കളെ, തഴയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നായികയ്ക്ക് ഒരു ബുദ്ധി തോന്നുക. നമ്മുടെ നായകന്റെ മൂക്കങ്ങ് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റിയാലോ? പ്ലാസ്റ്റിക് സർജറി ഓട്ടോപ്ലാസ്റ്റിക് 2 ലക്ഷം രൂപയില്ലാത്തതിനാൽ അവൾ വേറൊരു ഐഡിയ കണ്ടെത്തുകയാണ്. നൈസായിട്ട് നായികമാർ ഡ്രസ്സ് മാറുന്ന റൂമിലേക്ക് നമ്മുടെ നായകനെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വെച്ച് നമ്മുടെ ബാബുരാജണ്ണൻ ഇത് കണ്ടിട്ട് നമ്മുടെ നായകന്റെ മൂക്കിൽ പ്ലാസ്റ്റിക് സർജറി നടത്തുകയാണ്. അങ്ങനെ ഇപ്പൊ മൂക്ക് നീരൊക്കെ വന്ന് സെറ്റായപ്പോൾ ശ്രീനിവാസേട്ടന്റെ റോൾ നമ്മുടെ അസ്കറിക്കയ്ക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ് ഗൈസ്, തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെ ഗംഭീര പെർഫോമൻസ് നടത്തിയ നമ്മുടെ അസ്കറിക്കയെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള എല്ലാവരും അഭിനന്ദിക്കുകയാണ്. അതിനിടയിലാണ് ഒരു അബദ്ധം പറ്റുക. നമ്മുടെ നായിക കൂടി അഭിനയിച്ച് ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ട് നമ്മുടെ അസ്കറിക്ക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. കോപ്പിറൈറ്റ് കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയില്ല, യൂട്യൂബ് അത് വൈറലാക്കും, നാട്ടുകാർ മൊത്തം കാണുകയും ചെയ്യും. സത്യത്തിൽ ഇത് നമ്മുടെ അസ്കറിക്കയുടെ ഫ്രണ്ടായ മധു, അതായത് ടൈലർ മധു, അവനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. എന്നാൽ IP അഡ്രസ് നോക്കിയപ്പോൾ അസ്കറിക്കയുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ പോലീസും കൂട്ടരും അസ്കറിക്കയെ കണ്ടെത്തുന്നു. പിന്നീട് ലൊക്കേഷനിൽ വെച്ച് പ്ലാസ്റ്റിക് സർജറി മാത്രമല്ല, ഓർത്തോ, ജനറൽ സർജറി തുടങ്ങിയ എല്ലാവിധ സർജറികളും അസ്കറിക്കയുടെ മേൽ നടക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും കൂടി ചവിട്ടിക്കൂട്ടി ലൊക്കേഷനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയും. പിന്നെ നമ്മൾ കാണുന്നത് ഹണിബി 2വിന്റെ ഓഡിയോ ലോഞ്ചാണ്. ഹണിബി 2വിന്റെ ഓഡിയോ ലോഞ്ചിൽ നിന്നാണ് നമ്മുടെ ടൈലർ മധു ആ സത്യം വെളിപ്പെടുത്തുന്നത്. ആ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തത് താനായിരുന്നു എന്ന്. അപ്പൊ ഇതറിഞ്ഞ നമ്മുടെ ലാലേട്ടൻ, അതായത് ലാൽ സാർ, ടൈലർ മധുവിന്റെ നെഞ്ചത്തിട്ട് നല്ലൊരു ചവിട്ടുന്നുണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ മധു പറയുകയാണ്, നമ്മുടെ അടുത്ത പടത്തിന്റെ സൂപ്പർ സ്റ്റാർ നമ്മുടെ അസ്കറിക്കയാണ്. അത് കേട്ട് എല്ലാവരും കൈയടിക്കുന്നു. നായികയാകട്ടെ നമ്മുടെ കൺമണി.
അപ്പൊ ഇത്രയും ചവിട്ടും പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞിട്ടാണ് നമ്മുടെ അസ്കറിക്ക് നായകസ്ഥാനം കിട്ടിയതെങ്കിൽ നായികയ്ക്ക് എന്ത് കുന്തം കൊണ്ടാണ് നായകസ്ഥാനം കൊടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും അലമ്പാക്കി ഒരു 2.5 മണിക്കൂർ നാടകം കഴിയുമ്പോൾ നമുക്ക് തോന്നും ഈ ഹണി ബി 2.5 എന്ത് കുന്തത്തിനാണ് ഡയറക്ട് ചെയ്തതെന്ന്.